പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നോ? കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവ സാന്നിധ്യം ഓരോ നിമിഷവും നിങ്ങളെ നയിക്കുമാറാകട്ടെ. ഇന്നത്തെ എൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അസാധാരണമായി അനുഭവിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ഇന്ന് രാവിലെ മുതൽ ദൈവ സാന്നിധ്യത്തിൽ അമർന്നിരിക്കുവാൻ, അവിടുത്തെ സ്വരം കേൾക്കുവാനൊക്കെ എന്നെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. അവിടുത്തെ പ്രത്യേക ഇടപെടൽ ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കണ്ണുനീർ അടക്കുവാൻ കഴിയാതെ ഞാൻ ഇന്ന് ദൈവ സാന്നിധ്യത്തിൽ കരഞ്ഞു, അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം അത് കേവലം ഒരു തോന്നലല്ല കേട്ടോ. വാസ്തവമായിട്ടും നമുക്ക് നമ്മുടെ ആത്മാവിലും ശരീരത്തിലും അനുഭവിക്കുവാൻ കഴിയും. എൻ്റെ പ്രിയർ, ഈ ദിവസങ്ങളിൽ ആ സാന്നിധ്യം അനുഭവിക്കണം. ഇന്നത്തെ എൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ചോദിച്ചു: ചിലരുടെ വിടുതലിനായി, രക്ഷയ്ക്കായി നിനക്ക് എൻ്റെ കരത്തിൽ ഒരു ആയുധമായി തീരുവാൻ സാധിക്കുമോ? പെട്ടെന്ന് എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ ഇടപെട്ടത്: നോഹയുടെ മേൽ ഞാൻ എൻ്റെ അഭിഷേകം പകർന്നതുപോലെ, ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ കൊടുത്തതുപോലെ ഞാൻ നിനക്കും നൽകാം. മോശയെ എൻ്റെ ജനത്തിൻ്റെ പുറപ്പാടിനായി ഉപയോഗിച്ചതുപോലെ ഞാൻ നിന്നെ ഉപയോഗിക്കാം. പൗലോസിനെ സഭയെ ഒരുക്കുവാൻ, നിത്യതയ്ക്കായി പണിയുവാൻ പ്രയോജനപ്പെടുത്തിയതുപോലെ, ഉപയോഗിച്ചതുപോലെ ഞാൻ നിന്നെ ഉപയോഗിക്കാം. ഞാൻ എൻ്റെ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പറഞ്ഞു: അതെ അപ്പാ, അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ അങ്ങയുടെ കരത്തിൽ സമർപ്പിക്കുന്നുവെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് ഇടപെട്ടു, എൻ്റെ പ്രിയപ്പെട്ടവരോടും ഇത് ഷെയർ ചെയ്യുവാൻ. നമുക്ക് ഒരുപാട് പരിമിതികൾ കാണും, അറിവില്ലായ്മയും ബുദ്ധികേടും ഒക്കെ കാണാം. പക്ഷേ അതൊന്നും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തടസ്സമല്ല കേട്ടോ. നോഹ എപ്രകാരം ഒരു പെട്ടകം പണിയണമെന്നും ജനത്തിൻ്റെ രക്ഷയ്ക്കായി അവരെ ഒരുക്കേണ്ടതിന് അവരോട് വിളിച്ചു പറയണമെന്നും സ്വർഗം നന്നായി തന്നെ പരിശീലിപ്പിച്ചു. പെട്ടകം പണിയേണ്ടതിനുള്ള അളവും കാര്യങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് തനിക്ക് പറഞ്ഞു കൊടുത്തു. നോക്കിക്കേ, അതുവരെ ചെയ്തിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത, സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്തൊരു കാര്യം ചെയ്യുവാൻ ആ മനുഷ്യൻ്റെ മേൽ കർത്താവ് തൻ്റെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ പകർന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ജനത്തിൻ്റെ വിടുതലിനായി, രക്ഷയ്ക്കായി ചെയ്യുവാൻ സ്വർഗം നിങ്ങളെ ഉപയോഗിക്കേണ്ടതിന്, നിങ്ങളെ അഭിഷേകം ചെയ്യേണ്ടതിന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊന്ന് വിധേയപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കുമോ? പൗലോസിനെ എത്ര അസാധാരണമായിട്ടാണ് സ്വർഗം അഭിഷേകം ചെയ്തത്. നമുക്കറിയാം, സഭയെ മുടിച്ചു കളയേണ്ടതിന് ഇറങ്ങിയ മനുഷ്യൻ, തൻ്റെ മേൽ ദൈവാത്മാവ് വന്നപ്പോൾ സഭയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി മരിക്കുവാൻ പോലും ആ അഭിഷിക്തൻ തയ്യാറായി. താൻ എഴുതിയ ലേഖനങ്ങൾ ഇന്നും നമ്മെ ജീവിപ്പിക്കുന്നതല്ലേ? പരിശുദ്ധാത്മാവ് എത്ര ഭയങ്കരമായിട്ടാണ് ആ മനുഷ്യനെ ഉപയോഗിച്ചത്. വിക്കനും തടിച്ച നാവുള്ളവനും ഒരുപാട് കുറവുള്ളവനുമായ മോശയെ ദൈവം എത്ര ശ്രേഷ്ഠമായിട്ടാണ് ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിനായി ഉപയോഗിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവകരത്തിലേക്ക് വിധേയപ്പെടുത്തി കൊടുത്താൽ, ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മെ അവിടുന്ന് അസാധാരണമായി ഉപയോഗിക്കും. നമ്മുടെ പരിമിതികൾ പറഞ്ഞു മാറി നിൽക്കാതെ ഇന്ന് കർത്താവിനോടൊന്ന് പറയാമോ: അടിയനിതാ, അടിയനെ ഉപയോഗിക്കണമേ എന്ന്. പരിശുദ്ധാത്മാവിനോടൊന്ന് പറയാമോ: അങ്ങയോടൊപ്പം ഞാനുമുണ്ട്, എൻ്റെ ഒപ്പം അങ്ങുമുണ്ടല്ലോ എന്ന്. പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ അസാധാരണമായത് ചെയ്തെടുക്കുവാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ കഴിച്ചും കുടിച്ചും ഉറങ്ങിയും നമ്മളുടെ ജീവിത കാര്യങ്ങൾ ചെയ്തും ആയുസ്സിനെ തീർക്കാതെ കർത്താവ് തരുന്ന ഓരോ ദിവസവും അവിടുത്തെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ, രാജ്യങ്ങളെ, ദേശങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ നമുക്ക് കർത്താവിൻ്റെ കരത്താൽ ഉപയോഗിക്കപ്പെട്ടുകൂടെ? ദൈവകരത്തിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഇന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മേൽ സ്വർഗീയ കരം നീട്ടപ്പെടും.
നിങ്ങളെ അവിടുന്ന് ഉപയോഗിക്കും. പ്രാർത്ഥിക്കാം. അപ്പാ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഞങ്ങൾക്ക് കൊതിയാ അങ്ങയുടെ കരത്താൽ ഉപയോഗിക്കപ്പെടുവാൻ. നശിച്ചു പോകുന്ന ആത്മാക്കളെ അങ്ങ് ഞങ്ങളുടെ കരത്തിൽ തരയണമേ. ഞങ്ങൾ ഈ ഭൂമിയിലെ നന്മകളെക്കാളൊക്കെ അധികമായിട്ട് ആഗ്രഹിക്കുന്നത് ആത്മാക്കളുടെ വിടുതലാ. അവരെ നിത്യതയിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ അങ്ങ് ഉപയോഗിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ഞങ്ങളെ ഓരോരുത്തരുടെ മേൽ പകരണമേ. ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.